ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സന്ദീപും ആദ്രയും അർച്ചനയുടെ പേര് ചൊല്ലിയാടി. അതുപോലെ തന്നെ സച്ചിയും അർച്ചനയും അവിടെ സംശയം പറയുന്നത് അവന്തികയും. എല്ലാത്തിനും കാരണക്കാരി അവന്തികയാണ് എന്നാണ് അർച്ചന പറയുന്നത്. ഇതേസമയം അവന്തികയും ഇങ്ങനെ ആലോചിക്കുന്നു, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലണമെന്ന്. ഞാനാണെന്ന് അർച്ചനയ്ക്ക് സംശയം കാണും, അത് സംശയമായി തന്നെ തുടരത്തേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ വരാതിരിക്കുന്നതാണ് അർച്ചനയ്ക്ക് നല്ലതെന്നും അവന്തിക വിചാരിക്കുന്നു. ഇതേസമയം സച്ചി അർച്ചനയോട് പറയുന്നുണ്ട്, നമുക്കിതിൻ്റെ ഒന്നും പുറകെ പോവണ്ട. ഞാൻ തന്നോട് മുമ്പും പറയാറില്ലേ, നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചാൽ മതിയെന്ന്. എല്ലാവരും അവരവരുടെ കുടുംബത്തെ നോക്കിയാണ് ജീവിക്കുന്നത്. താൻ നല്ലത് എന്ന് പറയുന്നത് ചെയ്യുന്നതൊക്കെ അവസാനം തനിക്ക് വിനയായിട്ടാണ് ഭവിക്കാറ്. ഇനിയെങ്കിലും അത് മാറണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കുമോ? താൻ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നാളത്തെ നമ്മുടെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്ത്. നാളെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനാണ്. തിരികെ വരുമ്പോൾ വലിയൊരു സന്തോഷത്തിൽ വേണം വരാൻ. തൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം സന്ദീപിൻ്റെ കുഞ്ഞു മുഖേന ഉണ്ടാകുന്നതാണ്. ഇനി ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞു മുഖേന പരിഹരിക്കാം. നാളത്തെ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ താൻ ഒരമ്മയാടോ, ഞാനൊരു അച്ഛനും എന്നൊക്കെ സച്ചി സന്തോഷത്തോടെ പറയുമ്പോൾ അത് കേട്ട് അർച്ചനയും സന്തോഷിക്കുന്നു. എത്ര നാൾ കഴിഞ്ഞിട്ടായാലും അങ്ങനെയേ നമ്മൾ തിരിച്ചു വരൂ. ഇപ്പോൾ അത് മാത്രം മതി മനസ്സിൽ. മറ്റുള്ളവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ. ഇനി ഒന്നിലും നമ്മൾ തലയിടാൻ പോവണ്ട. നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള യാത്ര തിരിക്കാം, ഓക്കെ അല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. കണ്ണൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് മീര. സേതുമാധവൻ അവിടേക്ക് വന്നു. സച്ചിയും അർച്ചനയും ഇറങ്ങാറായോ മോളെ എന്നെ സേതു ചോദിക്കുമ്പോൾ മീര പറയുന്നു, ഇപ്പോൾ ഇറങ്ങാറായെന്നാ മച്ച പറഞ്ഞത്. ചെന്നൈക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും. തൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം, എല്ലാവരെയും വിട്ടു പോകുന്നതല്ലേ. എന്നാലേ അത് വേണ്ട. കാരണം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം സാധിക്കാനാണ് നമ്മളിപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നത്. ഇപ്പോൾ പോകുന്ന വിഷമം മറന്നിട്ട് തിരികെ ഒരു കുഞ്ഞുമായി നമ്മൾ വരുന്ന വലിയൊരു സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. ഇപ്പോൾ പോകുന്നത് പോലെയല്ല നമ്മൾ തിരികെ വരുന്നത്. ഈ മുറിയിൽ നിന്ന് നമ്മൾ 2 പേരേ പോകുന്നുള്ളൂ. തിരികെ വരുന്നത് നമ്മൾ 3 പേരായിരിക്കും. നമ്മുടെ കുഞ്ഞും കാണും ഇനി ഇവിടേക്ക് വരുമ്പോൾ. അതുകൊണ്ട് കുഞ്ഞില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അനുഭവിച്ച മാനസിക വിഷമം മുഴുവനും ഇവിടെ കളഞ്ഞിട്ട് വേണം എൻ്റെ കൂടെ വരാൻ എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചനയ്ക്ക് സന്തോഷിക്കണോ, ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഒരു സങ്കടവും ഉള്ളിൽ ഉണ്ട്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുന്നു. എല്ലാവരും അവരെ യാത്ര അയക്കാൻ നിൽക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ എന്ന് സച്ചി പറയുമ്പോൾ, നല്ലൊരു കാര്യത്തിനാണ് നിങ്ങൾ ഇറങ്ങുന്നത്, സന്തോഷമായിട്ട് പോയിട്ട് വന്നോളൂ എന്ന് സേതു പറയുന്നു. അങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് അർച്ചന. മാഷിൻ്റെയും കമലയുടെയും അനുഗ്രഹം വാങ്ങുന്നു. ഇതെല്ലാം മുകളിൽ നിന്നും കാണുകയാണ് അവന്തിക. എല്ലാവരും അർച്ചനയെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അനൂപിനോട് പറയുന്നുണ്ട് യാത്ര. അച്ഛൻ പറഞ്ഞതുപോലെ നിന്ന് താമസിക്കേണ്ട എന്ന് അനൂപ് പറയുന്നു. കുഞ്ഞിനൊരു ചുംബനം കൊടുക്കുകയാണ് അർച്ചന. കുഞ്ഞ് സന്ദീപിൻ്റെ കയ്യിലായിരുന്നു. ആരതിയുമായി മീര അവിടേക്ക് വന്നു. 2 പേരെയും ആരതി ഒഴിയുന്നു. സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ്. കാറിൻ്റെ അരികിലേക്ക് വന്നു. സന്ദീപേ, നീ ഞങ്ങളെ എയർപോർട്ടിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യേ എന്നെ സച്ചി. ആവണി മോളെ അങ്കിളിൻ്റെ കാറിൻ്റെ ചാവി ഒന്ന് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ആവണി ചാവി എടുക്കാനായി പോകുന്നു. അവിടെ ചെന്നാൽ ഉടൻ വിളിക്കണം. സച്ചി എപ്പോഴും അർച്ചന മോളുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് സേതു പറയുന്നു. ആവണി മുകളിലേക്ക് പോവുകയാണ്. ആ സമയം അവന്തിക പറയുന്നു, മോളെ നിന്റെ അച്ചുവാൻറ്റി പോയോ? ഇല്ല, അങ്കിളിനെയും ആൻറ്റിയും എയർപോർട്ടിൽ വിടാൻ സന്ദീപ അങ്കിളിൻ്റെ കാറിൻ്റെ കീ എടുക്കാൻ വന്നതാണെന്ന് ആവണി പറയുന്നു. സന്ധ്യ അവരോട് പറയുന്നു, ഞാൻ അവിടെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് നിങ്ങളെ കാണാൻ അങ്ങോട്ടേക്ക് വരാം. ആവണി കീയുമായി പോകുമ്പോൾ അവന്തിക ആവണിയെ വിളിക്കുന്നു. കമല അർച്ചനയോട് പറയുന്നു, അമ്മയ്ക്ക് മോളോടൊപ്പം വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ മറ്റാരെയും കൂടെ നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ വരാത്തത്. ആവണി അവിടേക്ക് വരുന്നത് കയ്യിൽ ഒരു പേപ്പറുമായിട്ടാണ്. ദാ എന്ന് പറഞ്ഞ് സന്ദീപിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പിന്നെ ഇതാ എൻ്റെ മറന്നതാണോ എന്ന് പറഞ്ഞ് ആവണി അർച്ചനയുടെ കയ്യിൽ ആ പേപ്പർ കൊടുക്കുന്നു. സംശയത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന. എന്നിട്ട് ആ പേപ്പർ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. അത് നോക്കി നിൽക്കുകയാണ് അവന്തിക. അത് വായിച്ച ഉടൻ തന്നെ ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. ഒരു മെഡിക്കൽ റിപ്പോർട്ടാണത്. അർച്ചന അത് വായിച്ച് കരയുകയാണ് ചെയ്യുന്നത്. സച്ചി അത് വായിച്ച് നോക്കുന്നു. അത് നോക്കിയപ്പോൾ സച്ചിയും ഒന്ന് ഞെട്ടി. മോളുടെ കയ്യിൽ ഇതാരാണ് തന്നത് എന്ന് ആവണി ചോദിക്കുമ്പോൾ, ആവണിയോട് സച്ചി ചോദിക്കുമ്പോൾ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ആവണി. അവന്തിക ആൻറ്റിയാണ് തന്നതെന്ന് പറയുന്നു. എല്ലാവരും അവന്തികയെ നോക്കുന്നു. അവന്തിക എന്താണതിൽ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, എനിക്കറിയില്ല അച്ഛാ, ഏതോ ടെസ്റ്റ് റിസൾട്ടിൻ്റെ റിപ്പോർട്ടാണെന്നാണ് തോന്നുന്നത്, അവിടെ തറയിൽ കിടന്നതാണെന്ന് അവന്തിക പറഞ്ഞു. ഞാൻ കരുതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഏതോ റിപ്പോർട്ടാണെന്ന്, അതാണ് ആവണി മോളുടെ കയ്യിൽ കൊടുത്തു വിട്ടതെന്നും അവന്തിക പറയുന്നു.
എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ നിന്നും അവന്തിക അത് വാങ്ങിച്ചു നോക്കുന്നു. വലിയ വിഷമമുള്ളതുപോലെ അഭിനയിക്കുകയാണ് അവന്തിക. ഈശ്വര, ഇതായിരുന്നോ അർച്ചനെ, ഇത് സത്യമാണോ എന്ന് അവന്തിക അർച്ചനയോട് ചോദിക്കുന്നു. ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആവളിമോളുടെ കയ്യിൽ അത് കൊടുത്ത് വിടില്ലായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു, നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയേ, എന്താണതിൽ? സേതുവിൻ്റെ കയ്യിൽ അവന്തിക കൊടുക്കുന്നുണ്ട് ആ പേപ്പർ. എനിക്കത് പറയാനുള്ള ശക്തി ഇല്ല അച്ഛാ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇത് പറയേണ്ടത് ഡോക്ടർ സന്ധ്യയാണെന്നും പറയുന്നു. സന്ധ്യ, സത്യം പറ മോളെ, ഈ റിപ്പോർട്ട് സത്യമാണോ എന്ന് സേതു സന്ധ്യയോട് ചോദിക്കുന്നു. അച്ഛാ, എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം, ഇത് മുൻപ് നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ടാണ് എന്ന് സന്ധ്യ പറയുമ്പോൾ സേതു പറയുന്നു, മതി, എനിക്കറിയേണ്ടതൊന്ന് മാത്രമാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ? ഇല്ല എന്ന് സന്ധ്യ പറയുമ്പോൾ തന്നെ ആകെ തകർന്നു പോവുകയാണ് അർച്ചന. അവിടെ നിന്ന് കരയുന്നു. ഈ റിപ്പോർട്ട് അനുസരിച്ച് അർച്ചനയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ സാധിക്കില്ല. പക്ഷേ അവന്തിക പറയുന്നു, ഇത് കള്ളം, ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നറിഞ്ഞിട്ടും ഇവരെ ട്രീറ്റ്മെന്റിന്റെ പേര് പറഞ്ഞ് ചെന്നൈയിലേക്ക് അയക്കുകയാണ്. ഇതിപ്പോൾ ഡോക്ടറിന്റെ മാത്രം പ്ലാനാണോ അതോ അർച്ചനയും സച്ചിയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ എന്ന് ചോദിക്കുന്നു. എന്തായാലും വലിയ ചതിയായി പോയി ഡോക്ടറെ. എന്തായാലും സത്യം പറഞ്ഞത് നന്നായി. ഇനിയെങ്കിലും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാഴ്വേല അവസാനിപ്പിക്കാമല്ലോ എന്ന് പറയുമ്പോൾ സന്ധ്യ പറയുന്നു, എല്ലാവരും എന്നെ വിശ്വസിക്കണം, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. അർച്ചന എന്ന് പറയുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു, ഡോക്ടർ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന്. ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ സാധിക്കില്ല അല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. എന്നാൽ അർച്ചന വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇനി എന്ത് പറയാനാ? ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഡോക്ടർക്കല്ലാതെ ഈ വീട്ടിൽ ആർക്കെങ്കിലും ഇതറിയാമോ? ഡോക്ടർ പറയേ, ഡോക്ടറിന്റെ നാവീന്ന് തന്നെ എനിക്കിത് കേൾക്കണമെന്ന് അർച്ചന ചോദിക്കുന്നു. സച്ചി ടെൻഷനോടെ നിൽക്കുന്നത് കണ്ടപ്പോഴേ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. സച്ചിയേട്ടനെ ഈ കാര്യം അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്തിനാ സച്ചിയേട്ട എന്നെ ഇങ്ങനെയൊരു കോമാളിയാക്കിയത്? എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ച് എന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പാഴ്വേലയായിരുന്നു ഇതെല്ലാം അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു, അർച്ചനെ, നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ സച്ചി ഇതൊക്കെ ചെയ്തത്. എനിക്ക് വേണ്ടി സച്ചിയേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്തതാണല്ലേ. സച്ചിയേട്ടൻ്റെ കുഴപ്പം കൊണ്ടാ കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്നോട് തുറന്നു പറയാറുന്നില്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർച്ചന ചോദിക്കുന്നു. കമല പറയുന്നു, മോളെ, നിനക്ക് വേണ്ടി മാത്രമാണ് സച്ചി ഇതൊക്കെ ചെയ്തതെന്ന്. ഞങ്ങൾ വിശദമായി നിന്നോട് പറയാം, നീ ഒന്ന് സമാധാനപ്പെടുന്ന മാഷി പറയുന്നു. അത് ശരി, അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഈ സത്യം അറിയായിരുന്നു അല്ലേ എന്ന അർച്ചന. എല്ലാം നിന്നോട് പറയാം, നീ കാര്യം അറിയുന്നതിന് മുമ്പ് സച്ചിയെ കുറ്റപ്പെടുത്തണ്ട എന്നും മാഷി പറയുന്നു. സച്ചിയുടെ കൈ പിടിച്ച അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എന്നോട് ക്ഷമിക്കണമെന്ന്. ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ ജീവിതത്തിൽ നീ കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് മറ്റെന്തും എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, സച്ചിയേട്ടൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ തൊട്ടറിഞ്ഞവളാണ് ഞാൻ. എന്നേക്കാൾ കൂടുതൽ സച്ചിയേട്ടൻ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാഞ്ഞിട്ടും എന്തിനാണ് സച്ചിയേട്ട എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അർച്ചന. അർച്ചന, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്ന് സന്ധ്യ പറയുന്നു. എല്ലാവരും കേൾക്കണമെന്ന് സന്ധ്യ പറയുന്നു. അന്നത്തെ ഈ ടെസ്റ്റ് റിസൾട്ട് സത്യമാണ്, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇതുവരെ നമ്മൾ നടത്തിയ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെന്നൈയിൽ പോയി 1 വർഷം ട്രീറ്റ്മെന്റ് നടത്തിയാൽ അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയും. കള്ളം എന്ന് വീണ്ടും അവന്തിക പറയുന്നു. പച്ചൻ കള്ളമാണ് ഡോക്ടർ പിന്നെയും പറയുന്നത്. എന്തിനാ ഡോക്ടറെ ഈ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഇത്രയും നാളെ ഈ ടെസ്റ്റ് റിസൾട്ട് രഹസ്യമാക്കി വെച്ച ഡോക്ടർ പറയുന്നത് ഇനിയും ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് അവന്തിക ചോദിക്കുന്നു. അർച്ചനെ, നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയെന്ന് സന്ധ്യ പറയുന്നു. ഇല്ല, ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുകയാണ്. എൻ്റെ മുന്നിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ എന്നും അർച്ചന പറയുന്നു. ഇത് കണ്ട് സന്തോഷിക്കുകയാണ് അവന്തിക. അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയോട് മാപ്പ് ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ അർച്ചന അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.